വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? എന്താണ് വെൻ ഡയഗ്രാം എന്ന് കേട്ടിട്ടുണ്ടോ? വെൻ ഡയഗ്രാമിനെ പറ്റിയിട്ട് എന്തെങ്കിലും? അപ്പോൾ ഈ 2 സെറ്റ് തന്നിട്ടുണ്ട്. അതിൽ എലമെൻറ്റ്സ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണു, റോസ്റ്റർ ഫോമിൽ എഴുതണു. അങ്ങനെ നമ്മൾ ടൈപ്പിൽ ഇങ്ങനെ എഴുതിയിട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു എലമെൻറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമ്മളൊരു ഡയഗ്രാം വൈസ് ഒരു പിക്ചറിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? നമ്മൾ വെൻ ഡയഗ്രാം യൂസ് ചെയ്യുക. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും 2 സെറ്റ് എടുത്തു. അപ്പോൾ ആ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻ്റൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ മാത്രമുള്ള എലമെൻറ്റ് കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? വെൻ ഡയഗ്രാം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഒരു സെറ്റ് എ എടുക്കുകയാണ്. ഞാനൊരു 1 2 3 എടുത്തു. പിന്നെ ഒരു സെറ്റ് ബി എടുത്തു. അതിൽ അമ്മു, ഓക്കെ, അമ്മു ആൻഡ് 3 ഇതാണ് ഉള്ളത്. 2 സെറ്റ് ഞാൻ എടുത്തു. ഈ 2 സെറ്റിനെ വെൻ ഡയഗ്രാം എങ്ങനെ വരയ്ക്കും? ഇവിടെ ഞാനൊരു 2 സംഭവം വരച്ചു, 2 സർക്കിൾസ് വരച്ചു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇത് സെറ്റ് എയും ഇത് സെറ്റ് ബിയും. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താ? ഇതിൽ രണ്ടിലും കോമൺ ഉള്ളത് എന്താന്ന് നോക്കുക. 3 കോമൺ ആണല്ലേ. അപ്പോൾ ആ 3 എന്നുള്ളത് ഇവിടെ എഴുതണം. ഇത് കോമൺ അല്ലേ, കോമൺ ആയിട്ടുള്ള സ്ഥലത്ത്. പിന്നെ 1 2 ആണ് എയിലുള്ളത്, അതിവിടെ എഴുതി. പിന്നെന്താണ് അമ്മുവിനെ ഞാൻ ഇവിടെ എഴുതി. ഇങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം ചെയ്യുക. ഇനി ഇതേപോലെ ഒരു സെറ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനൊരു സംഭവം കൂടെ കൊടുത്ത് സീന്ന് എഴുതണം. ഓക്കെ, ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഇതിൽ ഈ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ളത് ഇവിടെ എഴുതും, അതേപോലെ ഈ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ളത് ഇവിടെ എഴുതും. അങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം ചെയ്യുക. ഇനി ഇത് നോക്കൂ, ഈ ഒരു ഫിഗർ കണ്ടോ? ഇവിടെ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ടുള്ളതിന് ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തു. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ സാധാരണ സ്ക്വയർ ബ്രാക്കറ്റിലാണ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലുള്ളതാണ് എന്ത്? അതിൻ്റെ ഉള്ളിലുള്ളതാണ് സെറ്റ് എ. അപ്പോൾ ഈ സെറ്റ് എയിലുള്ള എലമെൻറ്റ്സ് ആണ് 2 4 6 8 10. പിന്നെ അതേപോലെ തന്നെ യൂണിവേഴ്സൽ സെറ്റിലുണ്ട്, പക്ഷേ എയിലില്ല. വലിയ സെറ്റിലുണ്ട്, പക്ഷേ നമ്മളെ എയിലില്ല. അങ്ങനത്തെ എലമെൻറ്റ്സ് ആണ് എന്ത്? 1 5 9 3 7. ഓക്കെ, ഇനി ഇതും അങ്ങനത്തെ ഒരു ഇമേജാണ്. ഇവിടെ നമ്മൾ സെറ്റ് എ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ ശരിക്കും? ബി എന്നുള്ളത് എൻ്റെ സബ്സെറ്റാണ്. ബി എന്നുള്ളത് ഉള്ളിലുള്ള സെറ്റാണല്ലോ. അത് എന്തിൻ്റെ സബ്സെറ്റാണ്? എൻ്റെ സബ്സെറ്റാണ്. ദിസ് ഇസ് സബ്സെറ്റ് ഓഫ് യു. എ എന്നുള്ളത് യുവിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഒരു എലമെൻറ്റ് തന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ 4 എടുത്തു. ഈ 4 എവിടെയാണ്? 4 ഈ 3 എണ്ണത്തിലും ഉണ്ട്. പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. ഞാനൊരു 1 എടുത്തു. 1 ഇവിടെ മാത്രമേ ഉള്ളൂ, ഇതിൽ രണ്ടിലും ഇല്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എലമെൻറ്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? വെൻ ഡയഗ്രാം യൂസ് ചെയ്യുക. ഇനി ഓപ്പറേഷൻ ഓൺ സെറ്റ്സ് ആണ്. ഓപ്പറേഷൻ ഓൺ സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സാധാരണ എലമെൻറ്റ്സിനെ ഓപ്പറേറ്റ് ചെയ്യുമല്ലോ. അതേപോലെ നമുക്ക് സെറ്റിലും ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 സെറ്റ് തന്നു. ആ 2 സെറ്റിനെയും കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആഡ് ചെയ്യാന്ന് പറയില്ല, ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ അതിൽ അങ്ങനത്തെ കുറച്ച് ഓപ്പറേഷൻസ് ആണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. നമുക്കൊരു നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാം അല്ലേ? ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സെറ്റിനെ ഒരുമിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻസ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഫസ്റ്റ് വരുന്നത് യൂണിയൻ എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്പറേഷൻ യൂണിയൻ ആണ്. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എ യൂണിയൻ ബി ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എ യൂണിയൻ ചെയ്യുക. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്യുക. അപ്പോൾ നമുക്ക് 2 സെറ്റ് തന്നിട്ടുണ്ട്. ആ 2 സെറ്റിലെ എലമെൻറ്റ്സിനെയും കൂടെ ഞാൻ ജോയിൻ ചെയ്ത് എഴുതുന്നതിനെയാണ് എന്ത് പറയുക? യൂണിയൻ എന്ന് പറയുക. അപ്പോൾ ഞാൻ എ എഴുതി. എയിൽ ഞാനൊരു 1 2 എഴുതി. ബിയിൽ ഞാനൊരു 1 5 എഴുതി. അപ്പോൾ എ യൂണിയൻ ബി എന്തായിരിക്കും? ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതണം കേട്ടോ. 1 2 ഇനി 1 എഴുതണോ? 1 ഒരു വട്ടം നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എഴുതണ്ട. റിപ്പീറ്റ് ചെയ്യുന്ന എലമെൻറ്റ് ഒരു വട്ടം എഴുതിയാൽ മതി. പിന്നെന്താണ് 5. അപ്പോൾ ഇതാണ് നമ്മളെ എ യൂണിയൻ ബി എന്ന് എഴുതാം. ഇനി എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. എ യൂണിയൻ ബി എങ്ങനെ എഴുതും? എ യൂണിയൻ ബി 2 4 6 8 അതങ്ങനെ എഴുതി. 2 4 6 8. പിന്നെ അടുത്തത് എന്താണ്? 6 8 അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ 10 12
10, 12. ഇതാണ് നമ്മളെ എ യൂണിയൻ ബി വരിക. ഓക്കെ, ഇനി എ യൂണിയൻ ബി ഈക്വൽ ടു എ ആണെന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ എ എന്തായിരുന്നു? എ ഇ ഐ ഒ യു. ഇനി എന്താ കാണിക്കണ്ടേ? എ യൂണിയൻ ബി എ ആണെന്ന് കാണിക്കണം. അപ്പോൾ എ യൂണിയൻ ബി എന്താ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ ഇ ഐ ഒ യു എഴുതണം. എ ഇ ഐ ഒ യു. ബി എന്തായിരുന്നു? എ ഐ യു. അതിവിടെ ഉണ്ട് അല്ലേ? എ ഐ യു അതവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എയും എ യൂണിയൻ ബിയും സെയിം ആണെന്ന് കിട്ടി. സോ വി ക്യാൻ റൈറ്റ് എ ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി എന്ന് കിട്ടി. ഓക്കെ, ഇനി ലെറ്റ് എക്സ് ഈക്വൽ ടു റാം, ഗീത, അക്ബർ. അതേപോലെ തന്നെ അത് 11th അവർ ഹോക്കി ടീമിലുള്ള കുട്ടികളാണ്. എവിടെ ഉള്ളതാണ്? ഹോക്കി ടീമാണ് കേട്ടോ. ഹോക്കി ടീമാണ്. അതെന്താണ്? എക്സ് ആണ്. റാം, ഗീത ആൻഡ് അക്ബർ. പിന്നെന്താണ്? ഗീത, ഡേവിഡ്, അശോക്. അതെവിടെയാ? വൈ ആണ് ആ സെറ്റ്. അത് ഫുട്ബോൾ ടീമാണ്. അത് ഫുട്ബോൾ ടീം. ഗീത, ഡേവിഡ്, അശോക് അല്ലേ? ഗീത, ഡേവിഡ്. ഇതാണ് നമ്മളെ രണ്ട് സെറ്റ്. നമ്മളെ സെറ്റ് എക്സും വൈയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എക്സ് യൂണിയൻ വൈ എഴുതാൻ പറ്റുമല്ലോ. എക്സ് യൂണിയൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സിലും വൈയിലും ഉള്ള എലമെൻസിനെ മൊത്തം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. കോമൺ ഉള്ളത് ഒരു വട്ടം എഴുതിയാൽ മതി. അപ്പോൾ എന്ത് വരും? റാം, ഗീത, അക്ബർ. പിന്നെ എന്ത് വരും? ഗീത എഴുതിയിട്ടുണ്ട്. പിന്നെ അശോക്, ഡേവിഡ്. അശോക്, ഡേവിഡ്. ഇതായിരിക്കും നമ്മൾ എന്ത്? എക്സ് യൂണിയൻ വൈ. എക്സ് യൂണിയൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടിലുള്ള എലമെൻസിനെ ഞാൻ മാറ്റി എഴുതി. ഗീത കോമൺ ആണ്, ഗീത രണ്ടിലും ഉണ്ട്. അപ്പോൾ ഞാനത് ഒരു വട്ടം എഴുതി. ഇങ്ങനെയാണ് നമ്മൾ എക്സ് യൂണിയൻ വൈ എഴുതുക. അപ്പോൾ നമുക്ക് ജനറലി രണ്ട് സെറ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ യൂണിയൻ എഴുതാമെന്ന് അറിയാമല്ലോ. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി the union of two sets A and B is the set C which consists of all those elements which are either in A or in B including those which are in both. അപ്പോൾ രണ്ടിലുള്ള എലമെൻസും ഇതിൽ ഒരുമിച്ചുള്ള എലമെൻസ് വേണം, അതേപോലെ രണ്ടിലും ഒറ്റയ്ക്കുള്ള എലമെൻസും വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയാലാണ് എന്ത് വരിക? എ യൂണിയൻ ബി വരിക. അപ്പോൾ ഒന്നെങ്കിൽ അത് എയിൽ വേണം, അല്ലെങ്കിൽ അത് ബിയിൽ വേണം. നമ്മൾ ഈ എ യൂണിയൻ ബിയിൽ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ആ എലമെൻറ്റ് ഒന്നെങ്കിൽ അത് എയിൽ വേണം, അല്ലെങ്കിൽ ബിയിൽ വേണം, അല്ലെങ്കിൽ അത് രണ്ടിലും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്ത്? എ യൂണിയൻ ബിയിൽ ആ എലമെൻറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി സം പ്രോപ്പർട്ടീസ് ഓഫ് ദ ഓപ്പറേഷൻ. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? 9th പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബി യൂണിയൻ എ ആണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്തു. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? രണ്ട് എലമെൻറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നതും സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതും സെയിം ആണ്. അതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. പിന്നെന്താണ്? അസോസിയേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതെന്തായിരുന്നു? ഫസ്റ്റ് രണ്ട് എലമെൻസിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് തേർഡ് എലമെൻറ്റിന് ചെയ്യുന്നതും അതേപോലെ ഫസ്റ്റ് എലമെൻറ്റിനെയും സെക്കൻഡ് ആൻഡ് തേർഡ് എലമെൻറ്റിനെയും ചെയ്യുന്നതും സെയിം ആണ്. അസോസിയേറ്റീവ് ലോ. പിന്നെ ലോ ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈ എന്നുള്ള സെറ്റ്. ഫൈ എന്നുള്ള സെറ്റിനെ എൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എ തന്നെ കിട്ടും. കാരണം എന്താ? ഫൈലൊന്നും ഇല്ലല്ലോ. ഫൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് എ യൂണിയൻ ഫൈ ഈക്വൽ ടു എ. അടുത്തത് എന്താണ്? ഫൈ ഈസ് ദ ഐഡൻറ്റിറ്റി ഓഫ് യൂണിയൻ. അതേപോലെ ഫൈനെ നമ്മൾ എന്ത് പറയും? യൂണിയൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയും. ഇനി ഐഡൻ പൊട്ടൻറ്റ് ലോ. അത് ആദ്യമായിട്ട് കേൾക്കാവൂ അല്ലേ? ഐഡൻ പൊട്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ യൂണിയൻ എ എന്നുള്ളത് എ തന്നെയായിരിക്കും. രണ്ട് സെയിം സംഭവം. ഒരേ യൂണിയൻ എടുക്കുകയാണെങ്കിൽ ഒരു സെറ്റിനെ യൂണിയൻ ഓഫ് ആ സെറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ആ സെറ്റ് തന്നെ കിട്ടും ആണല്ലോ. കോമൺ എലമെൻസിന് ഒരു വട്ടം എഴുതിയാൽ മതി. പിന്നെ യൂണിവേഴ്സൽ സെറ്റ് യൂണിയൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യു ആയിരിക്കും. കാരണം ഒന്നുകിൽ അത് യുലോ അല്ലെങ്കിൽ അത് എയിലോ ഉണ്ടായാൽ മതി. അപ്പോൾ അത് യു ആയിരിക്കും. അതിനെ ലോ ഓഫ് യു എന്ന് പറയും. ഇതിനെ ഐഡംപൊട്ടൻസ് ലോ എന്ന് പറയും. ഇനി ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി എന്നൊക്കെ നമ്മൾ പറയും.
നമ്മൾ നേരത്തെ യൂണിയൻ പറഞ്ഞല്ലോ. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എല്ലാത്തിനെയും കൂടെ കൂട്ടി എഴുതുന്നതിനാണ് യൂണിയൻ. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വാക്കാണല്ലോ. അപ്പോൾ ഞാൻ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻസിനെ മാറ്റി എഴുതുന്നതിനാണ് എന്ത് പറയുക? ഇൻ്റർസെക്ഷൻ എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു സെറ്റ് എ എടുത്തു, ആ സെറ്റിൽ 1 2 ഉണ്ട്. ഒരു സെറ്റ് ബി എടുത്തു, ആ സെറ്റിൽ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? ഇങ്ങനെയാട്ടോ ഇൻ്റർസെക്ഷൻ എഴുതുക. യൂണിയൻ എന്ന് പറയുന്നത് ഇങ്ങനെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് എന്താണ്? യു അപ്വേർഡ്സ്, ഇത് യു ഡൗൺവേർഡ്സ്, അങ്ങനെ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻസാണ്. അതെന്താണ് കോമൺ ആയിട്ടുള്ളത്? 1 മാത്രമുള്ള. ഓക്കെ. ഇനി ഞാനൊരു സി ഈക്വൽ ടു 3 4 എടുത്തു. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ സി എന്തായിരിക്കും? എയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് എന്താ? ഒന്നുമില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് നൾ സെറ്റ് എന്ന് പറയാൻ പറ്റും. ഒന്നുമില്ലല്ലോ. ഇനി നമ്മൾ എക്സാമ്പിൾ ഏതാണ്? 12. എക്സാമ്പിൾ 12 നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ട് എ ഇൻ്റർസെക്ഷൻ ബി കാണണം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ നമ്മൾ പറഞ്ഞു കോമൺ ആയിട്ടുള്ളത് ആര് മാത്രമാണ്? 2 ടീമിൽ, ഹോക്കി ടീമിലും ഫുട്ബോൾ ടീമിലും കോമൺ ആയിട്ടുണ്ടായിരുന്നത് ഗീത മാത്രമായിരുന്നു അല്ലേ? ഗീത ഇസ് എ കഴിവുള്ള കുട്ടിയാണ്, ഭയങ്കര കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ എന്തുണ്ട്? നമ്മളെ സെറ്റ് എയിലും സെറ്റ് ബിയിലും ഗീതയാണുള്ളത്. ഇനി കൺസിഡർ ദ സെറ്റ് എക്സ് ആൻഡ് വൈ ഓഫ് എക്സാമ്പിൾ 14. ഫൈൻഡ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. എക്സാമ്പിൾ 14 എന്തായിരുന്നു? സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആ. ഇനി let A is equal to 1 2 3 4 5 6 7 8 9 10 and B equal to 2 3 5 7. ഇതിൽ നിന്ന് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബിയും കാണണം. പിന്നെ എന്ത് കാണണം? എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളത് ബി ആണെന്ന് കാണിക്കണം. അപ്പോൾ എ എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്നുള്ള സെറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇതിൽ കോമൺ ഉള്ളത് 2 3 5 7 2 3 5 7. വേറെ ഏതെങ്കിലും ഉണ്ടോ കോമൺ ആയിട്ട്? ഇല്ല. രണ്ടിലും വേണം, അപ്പോഴാണ് ഇൻ്റർസെക്ഷൻ വരിക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 3 5 7. ഇനി ആൻഡ് ഹെൻസ് ഷോ ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ബി ആണെന്ന് കാണിക്കണം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ബി ആണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ബി 2 3 5 7 അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. നമുക്ക് കിട്ടിയില്ലേ? എ ഇൻ്റർസെക്ഷൻ ബി എഴുതി, ബി എന്ന് കിട്ടി. B equal to A intersection B. Okay. ഇനി the intersection of two sets A and B is a set of all those elements which belongs to both A and B. Symbolically we write A intersection B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സിംബോളിക്കലി എഴുതുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് മാത്രമാണ് എന്ത്? A intersection B. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എയിലും ബിയിലുള്ള എല്ലാ എലിമെൻസിനെയും ഞാൻ എഴുതി. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലിമെൻസിനെ മാത്രം എഴുതുന്നതാണ് എന്ത്? ഇൻ്റർസെക്ഷൻ. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മളെ എ ഇൻ്റർസെക്ഷൻ ബിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇനി എ ആൻഡ് ബി ആർ 2 സെറ്റ്സ് സച്ച് ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എയും ബിയും ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ അതിൽ കോമൺ എലമെൻസ് ഇല്ല. അപ്പോൾ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ എങ്ങനെ എഴുതുക? ഇങ്ങനെയാണ് കേട്ടോ എഴുതുക. ഇത് ഡിസ്ജോയിൻ്റ് സെറ്റാണ്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻസ് ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി അതിനെന്താ പറയുക? എ ആൻഡ് ബി ആർ കോൾഡ് ഡിസ്ജോയിൻ്റ് സെറ്റ്സ്. ഇനി ഫോർ എക്സാമ്പിൾ ലെറ്റ് എ ഈസ് ഈക്വൽ ടു 2 4 6 8. എയിൽ എന്തൊക്കെയാണ് ഉള്ളത്? 2 4 6 8. പിന്നെ ബി എന്നുള്ളത് 1 3 5 7 1 3 5 7. ദെൻ എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻ്റ് സെറ്റ്സ്. കാരണം എന്താ? ഡിസ്ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ എലമെൻറ്റ്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആണ്. ദെൻ ദ ഡിസ്ജോയിൻ്റ് സെറ്റ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ മീൻസ് ഓഫ് വെൻ ഡയഗ്രാം. ഇതാണ് നമ്മളെ വെൻ ഡയഗ്രാം. ഇതുപോലെയാണ് നമ്മൾ ഡിസ്ജോയിൻ്റ് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിൽ കോമൺ ഇല്ലല്ലോ. ഇത് 2 4 6 8 ആണ്, ഈവൻ ആണ്. ഇത് ഓഡാണ്, 1 3 5 7 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ എന്ത് വരിക? ഡിസ്ജോയിൻ്റ് സെറ്റ്സ് വരിക. ഇനി കുറച്ച് പ്രോപ്പർട്ടീസാണ്. നമ്മൾ നേരത്തെ യൂണിയൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു അല്ലേ? അതേപോലെ ഇൻ്റർസെക്ഷനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ്.
ഈ എ ഇൻ്റർസെക്ഷൻ ബി കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യും, അതേപോലെ തന്നെ അസോസിയേറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെന്താണ് ലോ ഓഫ് ഫൈ ആൻഡ് യു. ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ഫൈ ഇൻ്റർസെക്ഷൻ യു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ആയിരിക്കും, കാരണം രണ്ടിലും കോമൺ ആയിട്ട് ഫൈ ആണല്ലോ ഉള്ളത്. പിന്നെ യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആയിരിക്കും, കാരണം എന്താണ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് യു ആണ്. എ സബ്സെറ്റ് ഓഫ് യു ആകുമ്പോൾ യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുമ്പോൾ എ മാത്രമല്ലേ വരിക. പിന്നെ ഐഡംപോർട്ടൻറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ ഇൻ്റർസെക്ഷൻ എയും എ ആണ്, അതേപോലെ എ യൂണിയൻ എയും എ ആണ്. ഇനി എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണിത്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അപ്പോൾ എന്ത് വരും എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ദാറ്റ് ഈസ് ഇൻ്റർസെക്ഷൻ ഡിസ്ട്രിബ്യൂട്ട്സ് ഓവർ യൂണിയൻ, ഇൻ്റർസെക്ഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ യൂണിയൻ. അങ്ങനെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വരിക. ഇനി കുറച്ച് ഇമേജസ് ആണ്. ഇതെന്താണ്, ഇത് ബി യൂണിയൻ സി ആ. ബി യൂണിയൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇല്ല, എയിൽ മാത്രമുള്ള എലമെൻസിന് ഇവിടെ നോക്കുന്നില്ല. ബിയിലുള്ള എല്ലാ എലമെൻസും വേണം, പിന്നെ എന്ത് വേണം സിയിലുള്ള എല്ലാ എലമെൻസും. അതാണ് ബി യൂണിയൻ സി. ഇനി എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബി യൂണിയൻ സിയിലുള്ള എലമെൻസിനൊക്കെ എടുത്തു, അതും എയും തമ്മിലുള്ള കോമൺ ടേംസ് അത് ഇതായിരിക്കില്ലേ വരിക. അതാണ് അപ്പം എന്ത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇനി എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ്, അതാണ് എ ഇൻ്റർസെക്ഷൻ ബി. പിന്നെ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആണ് എ ഇൻ്റർസെക്ഷൻ സി. പിന്നെ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സംഭവങ്ങൾ അല്ലേ, യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ്സ്, അപ്പോൾ ഇത്രയും. അപ്പോൾ അത് മൊത്തം എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ് എടുത്തിട്ടുള്ളത്. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻസ് ഓഫ് സെറ്റ്സ് ആണ്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ഡിഫറൻസ്. ആദ്യം ഒരു സെറ്റ് എടുത്തു, വേറൊരു സെറ്റ് എടുത്തു, ഈ സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിനെ സബ്ട്രാക്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എങ്ങനെയാണ് ചെയ്യുക, ഒരു സെറ്റ് എ തന്നിട്ടുണ്ട്, ആ സെറ്റിൽ ഞാനൊരു അമ്മു ചിന്നു കൊടുത്തു. ഓക്കെ, അടുത്തത് ഒരു സെറ്റ് ബി എടുത്തു, അതിൽ ഞാനൊരു ചിന്നു സോനു കൊടുത്തു. ഓക്കെ, അപ്പം നമ്മൾ എയും ബിയും എടുത്തു. ഇതിൽ ഡിഫറൻസ് എടുക്കുക എങ്ങനെയാണ് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് എയിൽ നിന്ന് ഞാൻ ബിയിലുള്ള എലമെൻസിനെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ബിയിൽ എന്തൊക്കെയാണുള്ളത് ചിന്നു ഉണ്ട് സോനു ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നോക്കിയിട്ട് ഇതിന്ന് ചിന്നുവിനെ സബ്ട്രാക്ട് ചെയ്യണം. സോ ദിസ് ഇസ് അമ്മു. അടുത്തത് എന്താണ് ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക ബി മൈനസ് എ. ബിയിൽ നിന്ന് എനെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ കോമൺ ഉള്ളത് ചിന്നു ഉണ്ട് കോമൺ അല്ലേ. അപ്പം ഞാൻ ചിന്നുവിനെ സബ്ട്രാക്ട് ചെയ്തു. ബാക്കി എന്ത് വരും ബാക്കി ബിയിൽ എന്ത് വരും സോനു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് എടുക്കുക. എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യണം. ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിൽ നിന്ന് എ സബ്ട്രാക്ട് ചെയ്യണം. ഇനി സെറ്റ് എ തന്നിട്ടുണ്ട്, സെറ്റ് ബി തന്നിട്ടുണ്ട്, എ മൈനസ് ബിയും ബി മൈനസ് എയും കാണാൻ സിമ്പിൾ അല്ലേ. എ മൈനസ് ബി എന്തായിരിക്കും 2 4 6 8 ഒഴികെയുള്ള ബാക്കി എലമെൻറ്റ്സ്. ഇതിൽ നിന്ന് 2 4 6 8 കുറയ്ക്കണം. അപ്പോൾ എന്ത് വരും 1 3 5. ഓക്കെ, അടുത്തത് ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിൽ നിന്ന് എ കുറയ്ക്കണം. അപ്പോൾ ബിയിൽ എന്തൊക്കെയാണുള്ളത് 2 4 6 8 ആണുള്ളത്. അപ്പോൾ 2 4 6 കുറയ്ക്കണം, ബാക്കി എന്ത് വരും 8 വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി വി തന്നിട്ടുണ്ട് എ ഇ ഐ ഒ യു, ബി തന്നിട്ടുണ്ട് എ ഐ കെ യു. ഫൈൻഡ് വി മൈനസ് ബി ആൻഡ് ബി മൈനസ് യു. അപ്പോൾ വി മൈനസ് ബി എന്താ വരിക വി മൈനസ് ബി. വി മൈനസ് ബി എന്ന് പറഞ്ഞാൽ വിയിൽ നിന്ന് നമ്മൾ ബി കുറയ്ക്കണം. എ ഐ കെ യു പോവും, എയും ഐയും യുവും പോവും. അപ്പോൾ എന്ത് വരും ബാക്കി ഇ ഒ വരും. പിന്നെ ബി മൈനസ് വി. ബി മൈനസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക എ ഐ കെ യു മൈനസ് എ ഇ ഐ ഒ യു. അപ്പോൾ എ ഐ യു ഇതിലുണ്ട് അല്ലേ, എ ഐ യു, പിന്നെന്താ ഉള്ള കെ, ബാക്കി വരുന്നത് കെ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഇനി
ഫൈൻഡ് ദ യൂണിയൻ ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ യൂണിയൻ എടുക്കണം. ഫസ്റ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് യൂണിയൻ വൈ. എക്സ് യൂണിയൻ വൈ എന്ത് വരും? 1 3 5 1 2 3. അപ്പോൾ കോമൺ അല്ല, യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിലുള്ള എലമെൻസിനെ എഴുതണമല്ലോ. അപ്പോൾ 1 3 5 പിന്നെന്താ ഉള്ളത്? 1 3 നമ്മൾ എഴുതി, പിന്നെ 2 വരും അല്ലേ? 2. രണ്ടാമത്തെ എന്താ? എ ഇ ഐ ഒ യു എ ബി സി. അപ്പോൾ എന്താ? എ യൂണിയൻ അല്ലേ? ഫൈൻഡ് യൂണിയൻ. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എ ഇ ഐ ഒ യു, എ ഇ ഐ ഒ യു. പിന്നെന്താ ഉള്ളത്? എ ഇ ഐ ഒ യു, പിന്നെ എ എഴുതി, പിന്നെ ഉള്ളത് ബിയും സിയും അല്ലേ? ബിയും സിയും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ യൂണിയൻ കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് യൂണിയൻ വരിക. ഇനി എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നാച്ചുറൽ നമ്പറാണ്, 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ എ എന്ത് വരും? 3ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ എഴുതിയാൽ പോരെ? 3ൻ്റെ മൾട്ടിപ്പിൾസ് എന്താ? 3ൻ്റെ ടേബിൾ പറയുക, 3 6 9 12 അങ്ങനെ വരും. അപ്പോൾ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ വേണ്ടേ? അപ്പോൾ ഏതായാലും 0 വരില്ല, പിന്നെ ഇൻറ്റീജേഴ്സ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സും വരില്ല. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 3 6 9 12 എക്സെട്ര. അടുത്തത് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും, 1 2 4 5. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി എ യൂണിയൻ ബി എന്താ വരിക? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ 1 2 3 4 5 വരും, പിന്നെ എന്ത് വരും? 6 9 12 അതൊക്കെ വരും അല്ലേ? 6 9 12 എക്സെട്ര. ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് മൾട്ടിപ്പിൾ ഓഫ് 3. ഇങ്ങനെയാണ് നമ്മൾ എ യൂണിയൻ ബി വരിക. ഇനി എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ നമ്മൾ റോസ്റ്റർ ഫോം എഴുതി കഴിഞ്ഞാൽ, റോസ്റ്റർ ഫോം എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് യൂണിയൻ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് സെറ്റ് ബിൽഡർ ഫോം എന്ന് മാറ്റി റോസ്റ്റർ ഫോമിൽ എഴുതാം. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ എക്സ് എന്തൊക്കെയാണ് വരിക? എക്സ് 2 വരും, 3 വരും, നാച്ചുറൽ നമ്പർ ആണല്ലോ, 3 വരും, 4 5 6. അടുത്തത് എന്താ? ബി എന്താ വരിക? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7 8 9 അല്ലേ? 7 8 9. അപ്പോൾ ബി ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഇങ്ങനെയാണ് വരിക. ഇനി നമ്മൾ എന്ത് വേണം? എ യൂണിയൻ ബി കാണണം. എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്താ വരിക? 2 3 4 5 6. അതെ, അങ്ങനെ തന്നെ എഴുതണം. 2 3 4 5 6. പിന്നെ എന്ത് വരും? 7 8 9 ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ 7 8 9. ഇതാണ് എന്ത്? നമ്മളെ എ യൂണിയൻ ബി. ഓക്കെ, ഇനി ഇതെങ്ങനെ എഴുതും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? എ യൂണിയൻ ഫൈ ഈക്വൽ ടു എ എന്ന് പഠിച്ചിട്ടില്ലേ? എ യൂണിയൻ ഫൈ. ഒരു സെറ്റിൻ്റെ കൂടെ ഫൈന് നമ്മൾ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും എന്ത് കിട്ടും? ആ സെറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് വരും? എ യൂണിയൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 1 2 3. ഓക്കെ, നെക്സ്റ്റ് എ ഈസ് ഈക്വൽ ടു എ ബി ആൻഡ് ബി ഈക്വൽ ടു എ ബി സി. അങ്ങനെയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആണോ എന്നുള്ളതാണ് ചോദ്യം. എ എന്നുള്ളത് എ ബി ആണ്, ബി എന്നുള്ളത് എ ബി സി ആണ്. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി ആണോ? അതെ, എ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ളത് ഈസ് ട്രൂ. ഇനി വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? ബി ആയിരിക്കും അല്ലേ? എ സബ്സെറ്റ് ഓഫ് ബി ആണ്. അപ്പോൾ എയിലുള്ള ഏത് എലമെൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ യൂണിയൻ എടുക്കുമ്പോൾ വലിയ സെറ്റ് അല്ലേ വരിക? അപ്പോൾ ആ വലിയ സെറ്റ് എന്തായിരുന്നു? വലിയ സെറ്റ് ബി, വിച്ച് ഇസ് ഈക്വൽ ടു എ ബി സി. നെക്സ്റ്റ്, if A and B are two sets such that A subset of B, then what is A union B? അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ട്. അവിടെ എ സബ്സെറ്റ് ഓഫ് ബി ആണ്.
അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്. എ സബ്സെറ്റ് ഓഫ് ബി ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആയിരിക്കും. അത് ഞാൻ വെൻ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ വെൻ ഡയഗ്രാം വെച്ചിട്ട് യു ആണല്ലോ, പിന്നെന്താണ്? എ സബ്സെറ്റ് ഓഫ് ബി ആണ്. എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എ, ഇത് ഞാൻ ബി. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ ഞാൻ എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എ യൂണിയൻ ബി എടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ള് വരില്ലേ? എ യൂണിയൻ ബി, എയിലുള്ള എലമെൻസും ബിയിലുള്ള എലമെൻസും. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ എ ബി രണ്ട് സെറ്റാണ്. എ സബ്സെറ്റ് ഓഫ് ബി ആണെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? ബി ആയിരിക്കും. ഇനി ഇഫ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 ഇങ്ങനെയാണ്. ബി എന്നുള്ളത് ഇങ്ങനെയാണ്. സി എന്നുള്ളത് സി ഡി തന്നിട്ടുണ്ട്. ഇനി എ യൂണിയൻ ബി കാണണം. അപ്പോൾ ഫസ്റ്റ് തന്നെ എ യൂണിയൻ ബി എന്താ വരിക? എ യൂണിയൻ ബി ചെയ്യണം. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ 1 2 3 4 3 4 കോമൺ, പിന്നെ എന്ത് കിട്ടും? 5 6. രണ്ടാമത്തത് എ യൂണിയൻ സി. എ യൂണിയൻ സി എന്ന് പറയുമ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് 1 2 3 4. സിയിൽ എന്താ ഉള്ളത്? സിയിൽ 5 6 7 8. അടുത്തത് എ യൂണിയൻ സി കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വരണം എന്താ? ബി യൂണിയൻ സി. ബി യൂണിയൻ സിയിൽ എന്ത് വരും? ബി യൂണിയൻ സിയിൽ 3 4 5 6, പിന്നെന്ത് വരും? 5 6 എഴുതി, പിന്നെ 7 8. അടുത്തത് ബി യൂണിയൻ സി കഴിഞ്ഞപ്പോൾ ബി യൂണിയൻ ഡി. ബി യൂണിയൻ ഡിയിൽ എന്ത് വരും? ബിയിലുള്ള എലമെൻറ്റ്സ് എഴുതാം. 3 4 5 6 ഡി. ഡിയിൽ എന്താ ഉള്ളത്? 7 8 9 10. 7 8 9 10. അടുത്തത് എന്താ? അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ യൂണിയൻ കാണുക. യൂണിയൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി എ യൂണിയൻ ബി യൂണിയൻ സി, എ യൂണിയൻ ബി യൂണിയൻ ഡി, ബി യൂണിയൻ സി യൂണിയൻ ഡി, ഇത് കാണണം. അപ്പോൾ ഇതെന്തായിരുന്നു? 1 2 3 4 3 4 5 6 5 6 7 8 7 8 9 10. ഇങ്ങനെയാണ് നമ്മളെ സെറ്റ്. അപ്പോൾ ഫിഫ്ത്ത് വൺ എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പോൾ എന്ത് വരും? 1 2 3 4. പിന്നെ നമ്മളെ സെറ്റ് ബി. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 4 5 6 ആയിരുന്നു അല്ലേ? 3 4 5 6. പിന്നെ എന്തായിരുന്നു? 5 6 7 8 ആയിരുന്നു. അപ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അടുത്തത് എ യൂണിയൻ ബി യൂണിയൻ ഡി വരും. എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 1 2 3 4 5 6. എ യൂണിയൻ ബി. പിന്നെന്താണ്? യൂണിയൻ ഡി. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 7 8 9 10 അല്ലേ? അപ്പോൾ എന്ത് വരും? 7 8 9 10 അല്ലേ? 7 8 9 10. ബി യൂണിയൻ ഡി. അടുത്തത് സെവൻത്ത് വൺ ബി യൂണിയൻ സി യൂണിയൻ ഡി. ബി യൂണിയൻ സി യൂണിയൻ ഡി. അപ്പോൾ എന്ത് വരും? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 3 4 5 6. അപ്പോൾ 3 4 5 6 ബി. യൂണിയൻ സി. സി എന്തായിരുന്നു? 5 6 7 8. അപ്പോൾ 5 6 7 8. പിന്നെന്താണ്? ഡി. ഡി എന്തായിരുന്നു? 7 8 9 10. അപ്പോൾ 7 8 എഴുതി, ബാക്കി 9 10. ഇങ്ങനെയാണ് നമ്മൾ ബി യൂണിയൻ സി യൂണിയൻ ഡി വരിക. ഇനി ഫൈൻഡ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ഈച്ച് പെയർ ഓഫ് സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ കാണണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ എന്താ? എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ് കാണേണ്ടത്. എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും കോമൺ ഉള്ള എലമെൻറ്റ് അതല്ലായിരുന്നോ? ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഉള്ള എലമെൻറ്റ്. അപ്പോൾ 1 3 5 1 2 3. അപ്പോൾ അതിൽ കോമൺ ഉള്ള എന്തൊക്കെയാണ്? 1 കോമൺ ആണ്, 3 കോമൺ ആണ്. 1 3 എന്ന് വരും. പിന്നെന്താണ്? എ. എ എന്നുള്ളത് എ ഇ ഐ ഒ യു, ബി എന്നുള്ളത് എ ബി സി. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താ വരിക? എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഉള്ളത്. കോമൺ എന്തൊക്കെയാണുള്ളത്? എ മാത്രമേ ഉള്ളൂ അല്ലേ? ഇതെന്താ? ഇത് ബാക്കി കോൺസണൻസ് ആണ്, ഇത് നമ്മളെ വവൽസ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളത് എ മാത്രം. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ എന്താണ്?
എ സച്ച് ദാറ്റ് എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് നാച്ചുറൽ നമ്പർ ആണ്, മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്, 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. പിന്നെന്താണ് എക്സ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് എന്താ വരിക? 3, 6, 9 എക്സെട്ര. അടുത്തത് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. അതെന്താ വരിക? 1, 2, 3, 4, 5. ഇതാണല്ലോ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6. അതിൽ കോമൺ ഉള്ളത് എന്ത് മാത്രമാണ്? 3 മാത്രമാണ് അല്ലേ? അപ്പോൾ കോമൺ ഉള്ളത് എന്ത് വരും? നമ്മളെ എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 3. അടുത്തത് ഫോർത്ത് വൺ, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 6. എ എന്താണ്? സെറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പോൾ 2, 3, 4, 5, 6 എന്ന് വരും എ. ബി എന്തായിരിക്കും? ബി എന്നുള്ളത് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. 7, 8, 9 എന്ന് വരും. 7, 8, 9 എന്ന് വരും. അപ്പോൾ എയും ബിയും ഇങ്ങനെ കിട്ടി. ഇനി എന്ത് വേണം? ഇൻ്റർസെക്ഷൻ എടുക്കണം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്താ വരിക? എ ഇൻ്റർസെക്ഷൻ ബി 2, 3, 7, 8, 9. ഇതിലെന്തെങ്കിലും കോമൺ ഉണ്ടോ? ഇല്ല അല്ലേ? 7, 8, 9 ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ദ നൾ സെറ്റ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ എന്താണ്? എ ഈക്വൽ ടു 1, 2, 3, ബി ഈക്വൽ ടു 5. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ 5, ഏത് സെറ്റിനെ നമ്മൾ 5 വെച്ചിട്ട് ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാലും എന്ത് കിട്ടും? 5 കിട്ടും. കാരണം എന്താ? 2 സെറ്റ് എടുത്തു, അതിലൊരു സെറ്റ് 5 ആണെന്നുണ്ടെങ്കിൽ രണ്ടിലും കോമൺ ഉള്ള എലമെൻറ്റ്സ് വേണ്ടേ? അപ്പോൾ ഒന്ന് എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ. ഇനി എ ഈസ് ഈക്വൽ ടു 3, 5, 7, 9, 11 ഇങ്ങനെ തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് ഇങ്ങനെ തന്നിട്ടുണ്ട്. ബി സി ഡി തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കാണണം? എ ഇൻ്റർസെക്ഷൻ ബി കാണണം. പിന്നെ എന്ത് കാണണം? ബി ഇൻ്റർസെക്ഷൻ ഡി കാണണം. എ ഇൻ്റർസെക്ഷൻ ബി എന്താ വരിക? എ ഇൻ്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ഉള്ളത്, എയിലും ബിയിലും കോമൺ ഉള്ളത് എന്താണ്? 7, 9, 11 അല്ലേ? 7, 9, 11. അപ്പോൾ 7, 9, 11. ബി ഇൻ്റർസെക്ഷൻ സി. ബിയിലും സിയിലും കോമൺ ഉള്ളത് എന്താ? 11, 13 അല്ലേ? 11, 13. അടുത്തത് എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി. എ സി ഡി. എ സി ഡിയിൽ കോമൺ വേണം. എ സി ഡിയിൽ 15, 17 ഇതിലില്ല. അപ്പോൾ എന്തായി? നൾ സെറ്റായി. വൈ? എ ഇൻ്റർസെക്ഷൻ സി ചെയ്യുമ്പോൾ എയിലും സിയിലും ചെയ്യുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? 11 ആണുള്ളത് അല്ലേ? 11 ആണ് കോമൺ ഉള്ളത്. ഇൻ്റർസെക്ഷൻ ഡി ചെയ്യുമ്പോൾ ഇതിൽ 11 ഇല്ലല്ലോ, 11 ഇല്ല. സോ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ നൾ സെറ്റ് കിട്ടി. എ ഇൻ്റർസെക്ഷൻ സി. എയും സിയും ചെയ്തു. എയിലും സിയിലും എന്തായിരുന്നു ഉള്ളത്? എയിലും സിയിലും നമ്മൾ പറഞ്ഞു 11 ആണ് കോമൺ ഉള്ളത്. ഓക്കെ, 11 അല്ലേ കോമൺ അല്ലേ? അപ്പോൾ അത് എഴുതി. ഇനി ബി ഇൻ്റർസെക്ഷൻ ഡി. ബി ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ബി ഇൻ്റർസെക്ഷൻ ഡി 15, 17. 15, 17 ആണുള്ളത്. ബി ഇൻ്റർസെക്ഷൻ ഡി. ബിയിൽ 15ഉം 17ഉം ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് 5 ആണെന്ന് കിട്ടി. ബി പിന്നെന്ത് വേണം? എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ബി യൂണിയൻ സി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് വരും? ബി യൂണിയൻ സി 7, 9, 11, 13, 15. 7, 9, 11, 13, 15. 7, 9, 11, 13, 15. ഇതായിരിക്കും നമ്മൾ എന്ത്? ബി യൂണിയൻ സി. എന്നിട്ട് നമ്മൾ എന്ത് വേണം? അടുത്തത് എ വെച്ചിട്ട് ഇൻ്റർസെക്ഷൻ ചെയ്യണം. എയിൽ എന്താ ഉള്ളത്? 3, 5, 7, 9, 11. 3, 5, 7, 9, 11. 3, 5, 7, 9, 11. അപ്പോൾ എയിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 3, 5, 7, 9, 11. അപ്പോൾ ഇതെന്ത് വരും? എ ഇൻ്റർസെക്ഷൻ ഈ സെറ്റ് എന്ത് വരും? 7, 9, 11. ഓക്കെ. അടുത്തത് എ ഇൻ്റർസെക്ഷൻ ഡി. എ ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുമ്പോൾ 3, 5, 7, 9, 11 ഡി. എയിലും ഡിയിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എ ഡി കോമൺ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? എ ഡി കോമൺ ഒന്നുമില്ല. സോ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഇനി എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി. എ എന്തായിരുന്നു? 7, 9, 11, 3, 5.
7, 9, 11, 13 ആണ് ബി. സി എന്തായിരുന്നു? 11, 13, 15. 11, 13, 15. ഡി 15, 17. ഇനി എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി. ബി യൂണിയൻ ഡി എന്താ? എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ഡി. ബി യൂണിയൻ ഡി എന്ന് പറയുമ്പോൾ എന്താ? ബിയിലും ഡിയിലും കോമൺ ഉള്ള എലമെൻറ്റ്സ്. അപ്പോൾ എന്താ? ബിയിലും ഡിയിലും 7, 9, 11, 13, 15, 17. എ ഇൻ്റർസെക്ഷൻ. എ വെച്ചിട്ട് നമ്മൾ ഇൻ്റർസെക്ഷൻ എടുക്കണം. എ ഇതായിരുന്നു. അപ്പോൾ എന്ത് വരും? 7, 9, 11 വരും അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു 7, 9, 11. അടുത്തത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. എ ഇൻ്റർസെക്ഷൻ ബി എന്താ വരിക? എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഇതിൽ കോമൺ ആയിട്ടുള്ള എയിലും ബിയിലും കോമൺ ഉള്ളത്. ദിസ് ഇസ് 7, 9, 11 ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ബിയിലും സിയിലും കോമൺ ഉള്ളത്. ദിസ് ഇസ് 11 and 13. 11, 13. ഇതിൽ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്ത് വരും? രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. ദിസ് ഇസ് 11. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ യൂണിയൻ ഡി ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. എ യൂണിയൻ ഡി എന്ന് പറഞ്ഞാൽ എന്താ വരിക? എ യൂണിയൻ ഡി. എയിലും ഡിയിലും കോമൺ. എയിലും ഡിയിലും കോമൺ അല്ല. എ യൂണിയൻ എന്ന് പറയുമ്പോൾ എയും ഡിയും ഫുൾ എഴുതണം അല്ലേ? സോ ദിസ് ഇസ് 7, 9, 11, 3, 5, ഡി 15, 17. ഇൻ്റർസെക്ഷൻ എന്താണ്? ബി യൂണിയൻ സി. ബി യൂണിയൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത്. ബി യൂണിയൻ ആണ്. അപ്പോൾ ബിയിലും സിയിലും എല്ലാ എലമെൻസും. 7, 9, 11, 13. 7, 9, 11, 13. പിന്നെന്താ സിയിലുള്ളത്? സിയിലിൽ 15. ഇത് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്ത് വരും? 7, 9, 11 അല്ലേ? 7, 9, 11. പിന്നെ എന്ത് വരും? 15 വരും അല്ലേ? 7, 11, 9, 15. അപ്പം എന്ത് കിട്ടി? 7, 9, 11, 15. ഓക്കെ, ഇതാണ് നമ്മളെ സെറ്റ് വരിക. ഇനി ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ യൂണിയൻ ഇൻ്റർസെക്ഷനൊക്കെ എടുത്തിട്ട് നമ്മൾ എങ്ങനെ ഓപ്പറേഷൻസ് ചെയ്യണം. ഇപ്പോൾ 2 സെറ്റ് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു. ഇനി എ എന്താണ്? എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. ബി എക്സ് ഇസ് എൻ ഈവൻ നാച്ചുറൽ നമ്പർ. എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പറാണ് സി. പ്രൈം നമ്പറാണ് എന്ത്? ഡി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എ ഇൻ്റർസെക്ഷൻ ബി കാണണം. എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? എ ഇൻ്റർസെക്ഷൻ ബി നാച്ചുറൽ നമ്പറും ആയിരിക്കണം, ഈവൻ നാച്ചുറൽ നമ്പറും ആയിരിക്കണം. അപ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്ത് വരും? ഈവൻ നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എന്തൊക്കെയായിരുന്നു? 2, 4, 6 എക്സെട്ര. അടുത്തത് എ ഇൻ്റർസെക്ഷൻ ഡി. എ ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറയുമ്പോൾ എ എന്തായിരുന്നു? നാച്ചുറൽ നമ്പർ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പർ. അപ്പോൾ നാച്ചുറൽ നമ്പറും ആയിരിക്കണം, പ്രൈം നമ്പറും ആയിരിക്കണം. അപ്പോൾ അതിന് ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രൈം നമ്പർ ആയിരിക്കണം. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് നമ്മൾ 2, 3, 5, 7 എക്സെട്ര. എ ഇൻ്റർസെക്ഷൻ ഡി, ബി ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ ഡിയും ബി ഇൻ്റർസെക്ഷൻ സിയും. എ ഇൻ്റർസെക്ഷൻ ഡി എന്ത് വരും? എ ഇൻ്റർസെക്ഷൻ ഡി എന്താ വരിക? നാച്ചുറൽ നമ്പറും ആയിരിക്കണം, പ്രൈം നമ്പറും ആയിരിക്കണം. എ ഇൻ്റർസെക്ഷൻ ഡി നമ്മൾ ചെയ്തു. പിന്നെ ബി ഇൻ്റർസെക്ഷൻ സി, ബി ഇൻ്റർസെക്ഷൻ ഡി. സെയിം ആണ്.
ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ ഈവൻ നാച്ചുറൽ നമ്പറും ആയിരിക്കണം, പിന്നെ എന്ത് വേണം, ഓഡ് നാച്ചുറൽ നമ്പറും ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഈവൻ നാച്ചുറൽ നമ്പറും ഓഡ് നാച്ചുറൽ നമ്പറും അങ്ങനെ ഉണ്ടാവുമോ? ഒരേ നമ്പർ ഈവനും ആയിരിക്കണം ഓഡും ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. സോ ദിസ് ഇസ് 5. ബി ഇൻ്റർസെക്ഷൻ ഡി. ബി ഇൻ്റർസെക്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈവൻ നാച്ചുറൽ നമ്പറും ആയിരിക്കണം പ്രൈമും ആയിരിക്കണം. അപ്പം നമ്മൾ ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സിനെ കണ്ടുപിടിക്കണം. ഈവൻ ആയിട്ടുള്ള പ്രൈം ഏതായിരുന്നു? 2 ആയിരുന്നു അല്ലേ? ഈവൻ പ്രൈം 2 ആണ്. വേറെ ഏതെങ്കിലും ഈവൻ പ്രൈംസ് ഉണ്ടോ? ഇല്ല. നമ്മൾ ഇതുവരെ 2 മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി പിന്നെന്താണ്? സി ഇൻ്റർസെക്ഷൻ ഡി, ബി ഇൻ്റർസെക്ഷൻ ഡി. സി ഇൻ്റർസെക്ഷൻ ഡി. സി ഇൻ്റർസെക്ഷൻ ഡി എന്താ വരിക? സി ഇൻ്റർസെക്ഷൻ ഡി ഓഡ് നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ഇസ് എ പ്രൈം നമ്പർ. ഓഡ് നാച്ചുറൽ നമ്പേഴ്സും പ്രൈം നമ്പറും ഓഡും ആയിരിക്കണം പ്രൈം. ഓഡ് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് വരിക? അപ്പോൾ ഈ 2 ഒഴികെ ബാക്കിയെല്ലാം അല്ലേ? ബാക്കി 9 വരില്ല, പ്രൈം ആയിരിക്കണ്ടേ? 7 കഴിഞ്ഞാൽ പിന്നെ 11 എക്സെട്ര. ഇങ്ങനെയായിരിക്കും നമ്മൾ ഇൻ്റർസെക്ഷൻ ചെയ്യുക. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ്? അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 2 3 4 എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇതിൽ ഇൻ്റർസെക്ഷൻ ചെയ്യുമ്പോൾ 4 വരില്ലേ? ഇവിടെ നമുക്ക് 4 ഉണ്ട്. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? 4 5 6 ഇതിൽ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് 4 വരും. ഇനി എ ഇ ഐ ഒ യു ആൻഡ് സി ഡി ഇ എഫ്. സി ഡി ഇ എഫ് ഇവിടെ ഇ കോമൺ ആണ് അല്ലേ? അപ്പോൾ ദിസ് ഇസ് ഇത് ഡിസ്ജോയിൻ്റ് അല്ല. ഇനി എക്സ് ഇസ് എൻ ഈവൻ ഇൻറ്റീജർ ആൻഡ് എക്സ് ഇസ് എൻ ഓഡ് ഇൻറ്റീജർ. ഈവൻ ഇൻറ്റീജറും ആയിരിക്കണം ഓഡ് ഇൻറ്റീജറും ആയിരിക്കണം. അത് ഡിസ്ജോയിൻ്റ് അല്ലേ? കാരണം എന്താ? അറ്റ് ദ സെയിം ടൈം എ നമ്പർ കനോട്ട് ബി ബോത്ത് ഈവൻ ആൻഡ് ഓഡ് അല്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും? ദിസ് ഇസ് ഡിസ്ജോയിൻറ്റ്. ഇനി എയും ബിയും തന്നിട്ടുണ്ട്, സിയും ഡിയും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് കാണണം. ഡിഫറൻസ് എന്താ വരിക? എ മൈനസ് ബി. എയിൽ നിന്ന് ബി കുറയ്ക്കണം. 4 8 12 16 20. 4 8 12 16 20. 20 കുറയ്ക്കണം. ഇത്രയും പോകണം. ഇപ്പോൾ 12 മാത്രമാണ് അതിലുള്ളത്. അപ്പോൾ 12 ഒഴികെ ബാക്കി എല്ലാം വരും. ദാറ്റ് ഈസ് 3 6 9 15 18 21. അടുത്തത് എ മൈനസ് സി. എയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? സി കുറയ്ക്കണം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ട്? 2 6 ഉണ്ട് അല്ലേ? 6 കുറയ്ക്കണം. 6 പിന്നെ എന്ത് കുറയ്ക്കണം? 8 10 8 10 12 12 കുറയ്ക്കണം. പിന്നെന്താ ഉള്ളത്? 14 16 14 16 അതിലില്ല. സോ ബാക്കി വരും. ബാക്കി എന്തൊക്കെയാണ് വരിക? 3 9 15 18 21. ഇനി എ മൈനസ് ഡി. എ മൈനസ് ഡി എന്താ വരിക? എയിൽ നിന്ന് നമ്മൾ ഡി കുറയ്ക്കണം. 5 10 15 20. അപ്പോൾ എന്തൊക്കെ കുറയ്ക്കണം? 15 മാത്രം കുറയ്ക്കണം. അപ്പോൾ 3 6 9 12 3 6 9 12 18 21 ഇതല്ലേ വരിക. ഇനി ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബിയിൽ നിന്ന് എയിലുള്ളതൊക്കെ കുറയ്ക്കണം. എയിൽ എന്തൊക്കെ ഉണ്ട്? 4 ഉണ്ടോ? 4 ഇല്ല അല്ലേ? ബി മൈനസ് എ എന്ന് പറയുമ്പോൾ 4 ഇല്ല. 8 ഉണ്ടോ? 8 ഇല്ല. ഇനി 12 ഉണ്ടോ? 12 ഉണ്ട്. അപ്പോൾ 12 എഴുതാൻ പറ്റില്ല. 16 ഉണ്ടോ? 16 ഇല്ല. 16. പിന്നെ എന്ത് വേണം? 20. 20 ഉണ്ടോ? 20 ഇല്ല. സോ ഇതായിരിക്കും എന്ത്? ബി മൈനസ് എ. ഇനി സി മൈനസ് എ ഡി മൈനസ് എ ബി മൈനസ് സി. സി മൈനസ് എ ഡി മൈനസ് എ ബി മൈനസ് സി. ബി മൈനസ് ഡിയും. ഇനി സി മൈനസ് എ എന്ത് വരും? സി മൈനസ് എ. സി മൈനസ് എ എന്ന് പറയുമ്പോൾ സിയിൽ നിന്ന് എ കുറയ്ക്കണം. അപ്പോൾ 2 ഉണ്ടോ? 2. 4 ഉണ്ടോ? 4 വരും.
6 ഉണ്ടല്ലേ, അപ്പോൾ 6 സബ്ട്രാക്ട് ചെയ്യണം. നെക്സ്റ്റ് 8 ഇല്ല. പിന്നെ 10 ഇല്ല. പിന്നെ എന്ത് വരും? 12 ഉണ്ട്, സബ്ട്രാക്ട് ചെയ്യണം. പിന്നെ 14, 16. ഓക്കെ, ഇനി D മൈനസ് എ. D മൈനസ് എ എന്ന് പറയുമ്പോൾ ഡിയിൽ നിന്ന് എ കുറയ്ക്കണം. അപ്പോൾ എന്ത് വരും? 5, 10, 15, 20. അതിൽ 15 മാത്രമേ ഉള്ളൂ. അപ്പോൾ 5, 10, 20. അടുത്തത് ബി മൈനസ് സി. ബിയിൽ നിന്ന് സി കുറയ്ക്കണം. ബിയിൽ എന്തൊക്കെയാണുള്ളത്? ബി മൈനസ് സി. ബി മൈനസ് സി എന്ന് പറയുമ്പോൾ 4 ഉണ്ട്, 4 കുറയ്ക്കണം. 8 ഉണ്ട്, 8 കുറയ്ക്കണം. 12 കുറയ്ക്കണം. 16 ഉണ്ട്, 20 ഇല്ലല്ലോ, 20 വരും. അപ്പോൾ ഇതാണ് ബി മൈനസ് സിയിൽ എന്ത് വരും? 20 മാത്രമേ വരുള്ളൂ. അടുത്തത് ബി മൈനസ് ഡി. ബി മൈനസ് ഡിയിൽ എന്തൊക്കെയാണുള്ളത്? ബി മൈനസ് ഡി ഇതിൽ നിന്ന് കുറയ്ക്കണം. ഇതിൽ കോമൺ ആയിട്ട് 20 മാത്രമേ ഉള്ളൂ, 20 കുറയ്ക്കണം. ബാക്കി 4, 8, 12, 16 വരും. ദിസ് ഇസ് 4, 8, 12, 16. ഇതാണ് ബി മൈനസ് ഡി വരിക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എടുക്കാമെന്ന് മനസ്സിലായില്ലേ? എങ്ങനെ നമ്മൾ 2 സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എടുക്കണം, എങ്ങനെ 2 എലിമെൻറ്റ്സ്, എങ്ങനെ ഡിഫറൻസ് എന്നുള്ള ആ ഒരു ഓപ്പറേഷൻ എങ്ങനെ ക്യാരി ഔട്ട് ചെയ്യണം മനസ്സിലായില്ലേ? ഇനി സി മൈനസ് എ, ഡി മൈനസ് എ, ബി മൈനസ് സി നമ്മൾ ചെയ്തു. സി മൈനസ് ബി, ഡി മൈനസ് ബി, സി മൈനസ് ബി, ഡി മൈനസ് ബി, സി മൈനസ് ഡി, ഡി മൈനസ് സി. ഓക്കെ, ഇനി സി മൈനസ് ബി ചെയ്യണം. സി മൈനസ് ബി എന്ത് വരും? സി മൈനസ് ബി 4, 6, 8, 10, 12. ഓക്കെ, സി മൈനസ് ബി എന്താ വരിക? സിയിലുള്ള എലിമെൻറ്റ്സ് വേണം, അതിൽ നമ്മൾ ബിയിലുള്ള എലിമെൻറ്റ്സ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 4 ഉണ്ട്, 8 ഉണ്ട്, 12, 16, 20. 12 ഉണ്ട്, 16 ഉണ്ട്. അപ്പോൾ ബാക്കി വരും. ബാക്കി എന്താ വരിക? 2, 6, 10, 14. ഇവിടം വരെയാണ് വരിക. ഇനി ഡി മൈനസ് ബി. ഡി മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡിയിൽ നിന്ന് ബിയിലുള്ള എലമെൻറ്റ്സ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 5, 10, 15 വരും. 5, 10, 15. അടുത്തത് സി മൈനസ് ഡി. സി മൈനസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ വരിക? സി മൈനസ് ഡി. ഡിയിൽ 5, 10, 15, 20 ആണുള്ളത്. ഇതിൽ കോമൺ ഉണ്ടോ? 10 ഉണ്ട് അല്ലേ? 5, 10, 15, 20. അപ്പോൾ 10 ഒഴികെ ബാക്കിയെല്ലാം വരും. അപ്പോൾ എന്താ വരിക? 2, 4, 6, 8, 10 വരില്ല, കാരണം 10 അവിടെ ഉണ്ട്. 12, 14, 16 വരും. 12, 14, 16. ഇനി ഡി മൈനസ് സി. ഡിയിൽ നിന്ന് സി കുറയ്ക്കണം. ഡിയിൽ നിന്ന് സി കുറയ്ക്കാൻ ഇതിലെന്താ കോമൺ ഉള്ളത്? കോമൺ ഏതെങ്കിലും ഉണ്ടോ? 5, 10, 15, 20. 10 ഉണ്ട് അല്ലേ? 5, 15, 20 മാത്രം എഴുതിയാൽ മതി. 5, 15, 20. അതായിരിക്കും എന്ത്? ഡി മൈനസ് സി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ 2 സെറ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിഫറൻസ് എടുക്കുക എന്നുള്ളത് ഓക്കെ ആയി. ഇനി എക്സ് ഈക്വൽ ടു എ ബി സി ഡി തന്നിട്ടുണ്ട്, വൈ ഈസ് ഈക്വൽ ടു എഫ് ബി ഡി ജി തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇതൊക്കെ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സ് മൈനസ് വൈ. എ ബി സി ഡി, ബിയും ഡിയും കുറയ്ക്കണം. ബാക്കി എഫ് ജി വരും. എക്സ് മൈനസ് വൈ. അടുത്തത് വൈ മൈനസ് എക്സ്. വൈയിൽ നിന്ന് എക്സ് കുറയ്ക്കണം. അപ്പോൾ എ ബി സി ഡി, ബിയും ഡിയും പോയി ബാക്കി എഫ് ജി വരും. വൈയിൽ നിന്ന് എക്സ് കുറയ്ക്കണം. എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ ഇവിടെ ബി സി വരിക, കാരണം എക്സ് മൈനസ് വൈ ആണല്ലോ. എക്സിൽ നിന്ന് നമ്മൾ വൈ കുറയ്ക്കണം. അപ്പോൾ വൈയിലുള്ള എലമെൻറ്റ്സ് എന്താണ്? ബിയും ഡിയും കുറച്ചാൽ ബാക്കി ഇവിടെ ബിയും ഡിയും കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എ ആൻഡ് സി ആണ് വരിക. ഇവിടെ എ ആൻഡ് സി ആണ് വരിക. ഓക്കെ, ഇത് എ സി വരും. വൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയിൽ നിന്ന് എക്സിലുള്ള സംഭവങ്ങൾ. എക്സിൽ എന്താണുള്ളത്? എ ബി സി ഡി. അപ്പോൾ ബിയും ഡിയും കുറച്ച് കഴിഞ്ഞാൽ എഫ് ജി വരും. പിന്നെ എക്സ് ഇൻ്റർസെക്ഷൻ വൈ. എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും കോമൺ ഉള്ളത് എന്തൊക്കെയായിരുന്നു?
ബിയും ഡിയും കോമൺ ആണ്. അപ്പോൾ എന്ത് വരും? ബി ഡി. ഇനി ഇഫ് ആർ ഇസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ക്യൂ ഇസ് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, ദെൻ വാട്ട് ഇസ് ആർ മൈനസ് ക്യൂ? എന്താണ്? എന്തായിരിക്കും? റാഷണൽ നമ്പേഴ്സ് ആണ് ക്യൂ, റിയൽ നമ്പേഴ്സ് ആണ് ആർ. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സിൽ നിന്ന് നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി റിയൽ നമ്പേഴ്സിൽ എന്താ ഉള്ളത്? ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, എന്തായിരിക്കും നമ്മളെ സെറ്റ് ടി? എന്തായിരുന്നു? ഇറാഷണൽ നമ്പേഴ്സ്. ഇനി സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ഇത് രണ്ടും ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കി പറയണം. അപ്പോൾ എന്താ കിട്ടുക? 2 3 4 5 3 6 ഇത് രണ്ടും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെന്ന്. ഇത് ഡിസ്ജോയിൻ്റ് ആണോ? ഇതിൽ രണ്ട് സെറ്റ് എപ്പോഴാണ് ഡിസ്ജോയിൻ്റ് ആവുക? ഡിസ്ജോയിൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഉണ്ടാവാൻ പാടില്ല, അപ്പോഴാണല്ലോ ഡിസ്ജോയിൻ്റ് ആവുക. അപ്പോൾ ഇവിടെ 2 3 4 5ഉം 3 6 എടുക്കുമ്പോൾ ഇവിടെ 3 കോമൺ ആണ്. അപ്പോൾ ഇത് ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആണ്. ഇനി എ ഇ ഐ ഒ യു ആൻഡ് എ ബി സി ഡി ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഇതിൽ ഫസ്റ്റത്തെ എലമെൻ്റ് കോമൺ അല്ലേ? ഫസ്റ്റ് എ, സെക്കൻഡ് സെറ്റിലും എ. അപ്പോൾ എയും എയും കോമൺ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദിസ് ഇസ് ഫോൾസ്. ഡിസ്ജോയിൻ്റ് ആണെന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇനി 2 3 10 14 ആൻഡ് 2 6 10 14 ആൻഡ് 3 7 11 15 ആർ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. അത് ഡിസ്ജോയിൻ്റ് അല്ലേ? അതെ, കോമൺ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ ദിസ് ഇസ് ട്രൂ. ഇനി 2 6 10 3 7 11 2 6 10 3 7 11 ട്രൂ ആണ്, കോമൺ എലമെൻറ്റ്സ് ഇല്ലല്ലോ.